ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ക്ലിയോ ക്ലൗഡ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഇതിൽ നമ്മൾ അടിപൊളി ക്രാഫ്റ്റ് വീഡിയോസും DJ മ്യൂസിക്കും ഒക്കെയാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ക്രാഫ്റ്റ് മ്യൂസിക്കൊക്കെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യൂട്ടായിട്ടുള്ള അടിപൊളി പിങ്ക് തീം കവായി ജേണൽ സപ്ലീസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജേണൽ ഡയറി ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. എന്നാൽ പിന്നെ തുടങ്ങിയാലോ. ആദ്യം ജേണൽസിൻ്റെ പേജസ് സെറ്റാക്കി എടുക്കുക. അതിന് കുറച്ച് A4 ഷീറ്റ് എടുത്ത് നടുമടക്കി കഴിഞ്ഞാൽ പേജസ് റെഡിയായി കിട്ടും. ഏകദേശം ഒരു 15 A4 ഷീറ്റൊക്കെ മതിയാവും. അപ്പോൾ ഈ ജേണൽ ഡയറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫെവിഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ പേജസൊക്കെ കൂട്ടി പിടിച്ച് അതിൻ്റെ അറ്റത്ത് പശ തേച്ച് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ജേണൽ പേജസ് റെഡിയായി കിട്ടും. ഇനി ബുക്ക് കവർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കളർ A4 എടുത്ത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചാൽ മതി. ഇനി നിങ്ങളുടെ ജേണലിൻ്റെ ഫ്രണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യുക. ക്ലോത്ത് ലേസ് ഉപയോഗിക്കാം, സ്റ്റിക്കർ ഒട്ടിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് ഞാനിവിടെ ഫ്ലവർ ടൈപ്പ് ക്ലോത്ത് ലേസ് വെച്ച് 4 സൈഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷൻ റെഡിയാക്കാൻ വേണ്ടി നിങ്ങൾക്ക് അവിടെ വല്ല പിക്ചറും വരയ്ക്കാം, ജേണലിൽ നിന്ന് എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ ചെയ്യണ പോലെ അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ജേണൽ ഡയറി റെഡിയായി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടുത്തത് ഞാൻ കുറച്ച് വാഷി ടേപ്സ് ആണ് ഉണ്ടാക്കിയെടുത്തത്. അതിനാവശ്യമായിട്ടുള്ള സ്ട്രിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു റോൾഡ് പേപ്പർ എടുത്ത് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ച് വെട്ടിയെടുത്താൽ മതി. ആദ്യത്തെ നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് സ്റ്റാർ വാഷി ടേപ്പാണ്. അതിനുവേണ്ടി ഞാൻ കളർ പെൻ യൂസ് ചെയ്താണ് സ്റ്റാർ വരച്ചെടുത്തത്. പിന്നീട് ഹാർട്ട്, സിക്സാഗ്, ഡോട്ടഡ്, ലൈൻഡ്, ഫ്ലവർ ഡിസൈനൊക്കെ വരച്ചെടുത്തു. എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രിപ്പ് റെഡിയാവും. ഇനി അത് നമുക്ക് വാഷി ടേപ്പിൻ്റെ രൂപത്തിലാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു തിക്കായിട്ടുള്ള കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും വട്ടായിട്ടുള്ള സംഭവത്തിൽ ഇത് റോൾ ചെയ്ത് ഒട്ടിക്കുക. അപ്പോൾ നമുക്കിതൊരു ടേപ്പിൻ്റെ റോൾ മാതിരിയായി കിട്ടും. എന്നിട്ട് ഏതെങ്കിലും ഒരൊറ്റം പശ വെച്ചൊട്ടിച്ച് ചുറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഷി ടേപ്പ് സെറ്റാവും. ഇനി അത് ഒട്ടിയിരിക്കണമല്ലോ. അതിന് വേറൊരു കട്ടിയുള്ള പേപ്പർ എടുത്ത് ഇതേപോലെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. നല്ല ഭംഗിയുള്ള വാഷി ടേപ്പ് റെഡിയായി കിട്ടും. ഇത് ഒട്ടിച്ചു കൊടുത്തുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിഷ്ടമുള്ള സമയത്ത് എടുത്ത് ബാക്കിയുള്ളത് വലിച്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് ഊരി വരില്ല. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ 8 എണ്ണമാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ കവായി സ്റ്റിക്കേഴ്സ് ആണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ കവായി സ്റ്റിക്കേഴ്സ് എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റിക്കർ ഡിസൈൻസും ഒക്കെ വരും. അതിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണോ വേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തത് ഇതാണ്. എന്നിട്ട് ഞാൻ പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്ത് ഒന്ന് ട്രേസ് ചെയ്ത് ഒരു A4 ഷീറ്റിൽ വരച്ചെടുത്തു. ലൈറ്റൊക്കെ ഓഫാക്കി ഫോൺ സ്ക്രീൻ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് തെളിഞ്ഞു വരും. എന്നിട്ട് അത് പെന്ന് വെച്ച് ഔട്ട്ലൈൻ വരച്ച് കളർ ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിക്കേഴ്സ് റെഡിയാവും. ഈ കാണുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കിയ കവായി സ്റ്റിക്കേഴ്സാണ്. ആദ്യം തന്നെ ഞാൻ ഇതിന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ള പിങ്ക് തീമിലുള്ള കവായി സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചു. ഇനി ഇതൊന്നും കൂടി സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടി ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്ത് അതിലേക്ക് ഓരോന്നായിട്ട് സ്റ്റിക്ക് ഗം ഉപയോഗിച്ച് ഒട്ടിക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിന്ന് സ്റ്റിക്കർ പറിച്ചെടുത്ത് ഒട്ടിക്കുക. ഇങ്ങനെ ഒട്ടിച്ചാൽ പറഞ്ഞു വരില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഇത് അടിപൊളിയായിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പറിച്ചെടുക്കാൻ പറ്റും.
അടുത്തത് കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ആണ്. സ്റ്റിക്കി നോട്ട്സ് എന്താണെന്ന് അറിയാത്തവരുണ്ടാവില്ല. കാരണം ഡേ ടു ഡേ ലൈഫിൽ ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെയും കയ്യിലുണ്ടാവുന്ന ഒന്നാണ് സ്റ്റിക്കി നോട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കണ്ടാലോ. അതിനാദ്യം ഒരു A4 ഷീറ്റ് എടുത്ത് നടുമടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മടക്കി കഴിഞ്ഞാൽ സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കാനുള്ള എക്സാക്റ്റ് സൈസ് കിട്ടും. എന്നിട്ട് അത് നിവർത്തി കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം. ഡിസൈൻ വരയ്ക്കാമെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വരയ്ക്കരുത്, ഔട്ട് സൈഡ് മാത്രമായിട്ട് വരയ്ക്കണം, അല്ലെങ്കിൽ അത് പാറ്റേൺ പേപ്പറായി മാറും. എന്നിട്ട് അത് 6 സെറ്റാക്കി മാറ്റിയിട്ട് അതൊന്നിച്ച് കൂട്ടി പിടിച്ച് അറ്റത്ത് ഗമ്മ് വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ അത് എക്സാക്റ്റ് സ്റ്റിക്കി നോട്ടായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് അതിന് പറയ്ക്കുക ഒട്ടിക്കുക. സോ സിമ്പിൾ. ഇനി സ്റ്റിക്കി നോട്ട്സ് ജേർണലിങ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കണം എന്നൊന്നുമില്ല. വേണമെങ്കിൽ സ്റ്റഡി ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിൻറ്റ്സ് അതിൽ എഴുതി വയ്ക്കാം. അപ്പം എങ്ങനെയുണ്ട്, ഒരു വെടിക്ക് 2 പക്ഷിയായില്ലേ. നെക്സ്റ്റ് വൺ പാറ്റേൺ പേപ്പറാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയത് പാറ്റേൺ പേപ്പറാണ്. പാറ്റേൺ പേപ്പർ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഗ്രിഡാണ്. മാവേലില്ലാതെ എന്തോണെന്ന് പറയണ പോലെയാണ് ഗ്രിഡ് ഇല്ലാതെ എന്ത് ജേർണലിങ്. അടുത്തത് ഞാൻ കുറേ പിങ്ക് ഫ്ലവറാണ് വരച്ചത്. ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ പാറ്റേൺ പേപ്പറൊക്കെ കാണുമ്പോൾ കുറച്ച് എസ്തെറ്റിക് കൂടിപ്പോയെന്ന ഡൗട്ട്. എങ്ങനെയുണ്ട്, ക്യൂട്ടായിട്ടില്ലേ? നെക്സ്റ്റ് വൺ സ്റ്റാമ്പ്സ് ആണ്. ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് എടുത്ത് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് മടക്കി നിവർത്തുക. എന്നിട്ട് അതിൽ ഓരോ കോളത്തിലും ഔട്ട്ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ വരയ്ക്കാൻ പറ്റും. ഡിസൈൻ എന്ന് പറയുമ്പോൾ ഫ്ലവർ ആവാം, ഫ്രൂട്ട്സ് ആവാം, ക്ലൗഡ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ്സ് ചെയ്താൽ. ഫസ്റ്റ് വണ്ണിൽ ഞാനൊരു ടുലിപ്പ് ഫ്ലവറും, സെക്കൻഡ് വണ്ണിൽ സ്റ്റാറും, തേർഡ് വണ്ണിൽ ഒരു മഴവിൽ ക്ലൗഡും, ഫോർത്ത് വണ്ണിൽ ഒരു സ്ട്രോബെറിയാണ് വരച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ സ്റ്റാമ്പ്സ് റെഡിയായി. ഇതെല്ലാം ജേർണലിങ് ചെയ്യുന്ന സമയത്ത് സൈഡിലൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾ സ്റ്റാമ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളർ ചെയ്തിട്ട് അതിൽ കുറേ ക്യൂട്ട് പിക്ചേഴ്സ് വരച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ഭംഗിയായി കിട്ടും. നെക്സ്റ്റ് വൺ ലേബൽസ് ആണ്. ലേബൽസ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ ഇതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലേബൽസ് എന്താണെന്ന് അറിയില്ലെങ്കിലോ അല്ലെങ്കിൽ ലേബൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയില്ലെങ്കിലോ ആ വീഡിയോ പോയി കണ്ടാൽ മതി. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.